ദേശാഭിമാനിക്ക് കണക്കിന് കൊടുക്കുന്ന സതീഷിനെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. പുതുയുഗ യാത്രക്കിടയിൽ കൊല്ലത്ത് മാധ്യമങ്ങളെ കണ്ട അപ്പോഴായിരുന്നു ദേശാഭിമാനി മാധ്യമ പ്രവർത്തകനെ സതീശൻ പൊളിച്ചടക്കിയത്. ഉളുപ്പില്ലാതെ നുണ പറയുകയാണെന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകനോട് വി.ഡി. സതീശൻ മര്യാദയോട് ചോദിച്ചാൽ മറുപടി പറയുമെന്നാണ് കട്ടായം പറഞ്ഞത്. മുണ്ടക്കൈ വീട് നിർമ്മാണത്തിൽ സതീശൻ നുണകൾ ആവർത്തിച്ചു എന്നായിരുന്നു മാധ്യമ പ്രവർത്തകൻ പ്രസ് മീറ്റിൽ വിളിച്ചു പറഞ്ഞത്. അപ്പോഴായിരുന്നു എടുപടി എന്നുള്ള സതീശന്റെ ഈ കർക്കശ മറുപടിയും പറന്നെത്തിയത്. പുതിയ യാത്രയുടെ ഭാഗമായി കൊല്ലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ നുണയുടെ കെട്ട് സതീശൻ പൊട്ടിച്ചത്. സത്യത്തെ ഭയക്കുന്നവർക്ക് മുന്നിൽ സതീശൻ ഒരു മതിൽ പോലെ നിൽക്കുകയാണ്. ഇവിടെ വികസന മുരടിപ്പിന്റെയും ഭരണപരാജയത്തിന്റെയും കഥകൾ വിളിച്ചു പറയുന്ന പ്രതിപക്ഷ നേതാവിനെ നുണകൾ കൊണ്ട് നേരിടാൻ വന്ന ദേശാഭിമാനിക്ക് നേറ്റത് കനത്ത പ്രഹരം തന്നെയാണ്. മുണ്ടക്കൈ പുനരധിവാസത്തിലെ സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്ത സതീശനെ പ്രകോപിപ്പിക്കാൻ നോക്കിയവർ മുട്ടുമടക്കുകയായിരുന്നു. അവസാനം കൊല്ലത്ത് നടന്നത് വെറുമൊരു വാർത്താ സമ്മേളന വേദിയായിരുന്നില്ല, നുണപ്രചാരങ്ങളെ കോട്ട തകർക്കുന്ന സതീശൻ സ്റ്റൈൽ വേട്ടയായിരുന്നു. മുണ്ടക്കൈയിൽ വീട് വെച്ചു നൽകുന്നതിന്റെ സർക്കാർ കാണിച്ച അലംഭാവം പകൽ പോലെ വ്യക്തമാണ്. വീട് നൽകിയെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ജനങ്ങളെ വഞ്ചിച്ച സർക്കാരിനെയാണ് വി.ഡി. സതീശൻ ഇവിടെ തുറന്നു കാണിച്ചത്. ടി സിദ്ദിഖ് എം.എൽ.എ നടത്തിയ കഠിനാധ്വാനത്തെ മറച്ചുപിടിക്കാൻ CPM ശ്രമിച്ചപ്പോൾ സതീശൻ വസ്തുതകൾ നിരത്തി തിരിച്ചടിക്കുകയായിരുന്നു. കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടുകൾ വൈകുന്നത് സർക്കാർ സ്ഥലം അനുവദിക്കാൻ വൈകിപ്പിക്കുന്നത് കൊണ്ടാണെന്ന സത്യം അദ്ദേഹം തുറന്നു കാണുക കൂടി ചെയ്തു. സർക്കാരിന്റെ പെയ്ഡ് ഏജന്റുമാരെ പോലെ ചോദ്യങ്ങളുമായി എത്തിയ ദേശാഭിമാനി ലേഖകന് സതീശൻ നൽകിയ മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. നുണകൾ എന്ന് ആവർത്തിച്ച മാധ്യമ പ്രവർത്തകനെ ഒരൊറ്റ നോട്ടം കൊണ്ട് അദ്ദേഹം തളയ്ക്കുകയായിരുന്നു. മര്യാദയ്ക്ക് ചോദിച്ചാൽ മര്യാദയ്ക്ക് മറുപടി പറയും. ഇത് AKG സെന്ററിലെ പത്രമല്ല, ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ഇടമാണ് എന്നാണ് സതീശൻ പറഞ്ഞത്. സതീശന്റെ വാക്കുകൾ അമ്പ് പോലെയായിരുന്നു ദേശാഭിമാനിക്ക് മേൽ പതിച്ചത്. നുണപ്രചാരകൾക്ക് മറുപടി നൽകാൻ തനിക്ക് സൗകര്യമില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞ സതീശൻ ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് കൂടി തെളിയിച്ചു. ചോദ്യം ചോദിക്കാൻ വന്നവർ നാണം കെട്ട് തലതാഴ്ത്തി നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. സത്യം വിളിച്ചു പറയുമ്പോൾ ആരുടെ മുന്നിൽ മുട്ടുമടക്കില്ല എന്ന സതീശന്റെ നിലപാട് അണികൾക്ക് പകരുന്ന ആവേശം ചെറുതല്ല. പുതിയ യാത്രയുടെ ആവേശത്തിനൊപ്പം ഈ മാസ് മറുപടിയും ചേരുമ്പോൾ കൊല്ലത്തെ മണ്ണ് കോൺഗ്രസിന്റെ കരുത്ത് തിരിച്ചറിയുകയാണ്. നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പം തൊട്ടു മുമ്പ് പറഞ്ഞത് ഉളുപ്പില്ലാത്ത കുറെ ഗുണങ്ങളായി പറഞ്ഞു. അതിന്റെ കാരണം മറ്റൊന്നുമില്ല. ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം. ഈ നേരത്തെ മര്യാദയായിട്ട് സംസാരിക്കും. മാധ്യമപ്രവർത്തകർ ദേശാഭിമാനിയാണെന്ന് ഓർക്കുന്നതിലും മര്യാദയോടുകൂടി സംസാരിക്കണം. മര്യാദയായിട്ട് സംസാരിച്ച് ചോദിച്ചാൽ പറയില്ല, ഞാൻ പറയില്ല. വേറെ ആരെങ്കിലും ചോദിക്കാതെ പറയും. വേറെ ആരെങ്കിലും സംസാരിക്കാൻ വേറെ ആരെങ്കിലും സംസാരിക്കും. വേറെ ആരെങ്കിലും സംസാരിക്കും. വേറെ ചോദ്യം ചോദിക്കാനേ പറയും. അങ്ങനെ നമ്മളെ വിളിച്ചു വരുത്തിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. പ്രധാനമന്ത്രിയടക്കം മറ്റുമേഷ്യൻ ഇഷ്യൂവിൽ ഇതുവരെ സ്ട്രോങ് ആയിട്ട് ഇന്ത്യയുടെ നിലപാട് പറഞ്ഞിട്ടില്ല. അതിപ്പോ വളരെ വിമർശിക്കപ്പെടുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധിനിവേശത്തിന് സമാനമായ ആക്രമണങ്ങളാണ്. പഴയ ഒരു സാമ്രാജ്യത്വ കാലഘട്ടത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. മാത്രമല്ല, പഴയ കാലത്ത് യുദ്ധം നടക്കുന്നത് പോലെ അല്ല ഇപ്പൊ എവിടെയെങ്കിലും യുദ്ധം നടന്നു കഴിഞ്ഞാൽ അത് വ്യാപകമായി ലോകം മുഴുവൻ ബാധിക്കുന്ന തരത്തിൽ അത് മാറും. എല്ലാ ആളുകളും ഉക്രൈനിൽ നടന്ന യുദ്ധം പോലും പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു. അപ്പൊ ഇത് ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകളും ഇതിൻ്റെ അകത്ത് നിലപാടും വേണം ഗവൺമെന്റുകൾ. ദേശാഭിമാനി പത്രമായിട്ട് താങ്കൾ കാണുന്നില്ലേ?